ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ധനിമോൾ എവിടെ ചേച്ചി? ആ, മോളകത്തുണ്ട്. നിങ്ങളെ കാണുമ്പോ അവക്ക് ഒരുപാട് സന്തോഷാവും. പിന്നെ ഈ വരവ് ധ്വനിമോളെ കാണാൻ വേണ്ടി മാത്രല്ലെന്ന് എനിക്കറിയാം. ആരെ? പൃഥ്വിയെയോ? ആ, നിങ്ങളെ രണ്ടുപേരെയും പിന്നെ എന്നെ ചെറുതായിട്ട് പരിചയം ഉണ്ടാവും. അപ്പോ നമ്മളാരും അവന്റെ മുമ്പ് പോയി ചാടാതിരുന്നാ മതി. നമുക്ക് നമ്മളെ ടീമിലെ ബാക്കിയുള്ളവരെ കൊണ്ട് അവനെ പൊക്കിച്ച് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമ്മൾ പറയുന്ന പോലെ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്ന്, അവൻ ഇപ്പൊ അഷിതയുടെ ഭർത്താവാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് പൃഥ്വിക്കോ അഷിതയ്ക്കോ മനസ്സിലായ അതോടെ എല്ലാം കഴിഞ്ഞു. പിന്നെ പൃഥ്വിയോട് ഒത്തിരി സ്നേഹമുള്ള ആളാണ് പൂർണിമ ചേച്ചി. പൃഥ്വിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാ പൂർണിമ ചേച്ചി പിന്നെ വെറുതെ ഇരിക്കില്ല. ഇപ്പൊ തന്നെ അണ്ടർകവർ പോലീസിനെ കണ്ടെത്താൻ ചേച്ചി ചാനലിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊരു നല്ല കാര്യത്തിനായതുകൊണ്ടും ജോർജ് സാറ് വഴി ശ്രമിച്ചതുകൊണ്ടും നമുക്ക് തൽക്കാലം ഭീഷണിയില്ല. പക്ഷേ പൃഥ്വിക്കൊരു പ്രശ്നം വന്നു എന്നറിഞ്ഞാ ചേച്ചി ഏതറ്റം വരെയും പോയി സത്യം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോ പൃഥ്വിയെ വിട്ടുകളയണം എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, പൃഥ്വിക്കെതിരെ നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ ഇതൊന്നും ആരെയും ബാധിക്കാൻ പോകുന്നില്ല. പൂർണിമ ചേച്ചി എല്ലാം മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായാലും തെളിവുകൾ കാണിച്ച് നമുക്ക് ചേച്ചിയെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. പൃഥ്വിക്കെതിരെ നമ്മുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല. തൽക്കാലം അത് കിട്ടുന്നതുവരെ നമ്മൾ ക്ഷമിക്കുന്നതാണ് നല്ലത്. മനസ്സിലായി. എങ്കിൽ നമുക്ക് ആദ്യം അവനെതിരെ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ നോക്കാം. ഞങ്ങളെന്തായാലും പൂർണ്ണിമ ചേച്ചി ക്ഷണിച്ച അവസരം മുതലെടുത്ത് ആ വീട്ടിൽ കയറി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, എങ്കിൽ അങ്ങനെ ആവട്ടെ. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോളിംഗ് ബെൽ അടിക്കും. ആഹാ, ആരാ ഇത്? വാ, അകത്തേക്ക് വാ. ഇരിക്കെ. ധനിമോൾ എവിടെ ചേച്ചി? ആ, മോളകത്തുണ്ട്. നിങ്ങളെ കാണുമ്പോ അവക്ക് ഒരുപാട് സന്തോഷാവും. പിന്നെ ഈ വരവ് ധ്വനിമോളെ കാണാൻ വേണ്ടി മാത്രല്ലെന്ന് എനിക്കറിയാം. സത്യം പറ, അനിയത്തെ കാണാനുള്ള വരവല്ലേ ഇത്? ആഷിതയും കാണണം. കിരൺ എന്തോന്നും മിണ്ടാതിരിക്കുന്നെ? നിങ്ങൾ സംസാരിക്കല്ലേ, അതുകൊണ്ട് മിണ്ടിയില്ലാന്നേ ഉള്ളൂ. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു ദുർഗെ? കുഴപ്പമൊന്നുമില്ല. പിന്നെ അഷിയില്ലാത്തതിന്റെ ഒരു സങ്കടമുണ്ട്. ഇത്രയും നാളും വീട്ടിലുണ്ടായിരുന്ന ആളല്ലേ. കുറച്ചുനാളെടുക്കും അഷിത അവിടെ ഇല്ല എന്നുള്ള റിയാലിറ്റിയോട് പൊരുത്തപ്പെടാൻ. അഷിതയെ ഓർത്ത് ഒരു വിഷമവും വേണ്ട. അവളിവിടെ ഹാപ്പിയാ. നിങ്ങളിരിക്കെ, ഞാൻ ധ്വനിമോളെ വിളിച്ചോണ്ട് വരാം. ശരി. കിരൺ, അധികം സമയം കളയാതെ നമുക്ക് പൃഥ്വിയുടെ റൂം സെർച്ച് ചെയ്യണം. അവിടെ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. അതൊക്കെ ശരി, പക്ഷേ അഷിത റൂമിൽ ഉണ്ടാവില്ലേ? അഷിതയുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്തേ മതിയാകൂ. മോളെ, ഹായ്. മോളെ, ഞങ്ങൾ വന്നത് മോൾക്ക് സന്തോഷായി എന്നാണോ? മോളെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. നിങ്ങൾ വന്ന കാര്യം പറയേണ്ട താമസം. മോളൊരൊറ്റ ഓട്ടമായിരുന്നു. ഇത് ഞാൻ ദുർഗയ്ക്ക് വേണ്ടി മേടിച്ചതാ. എനിക്കോ? അതെ, മേടിച്ചോളൂ.
അതെ, അഷിതയും പൃഥ്വിയും വിരുന്നിന് വന്നപ്പോ കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. ഓ പക്ഷെ അന്നത്തെ തിരക്കിൽ അഷി ഇത് കൊണ്ടുവരാൻ മറന്നു. താങ്ക് യു ചേച്ചി. ഉം. പൂർണിമ ദുർഗയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത് അഷിതയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഇതൊരവസരമാണ്. കിരണിനുള്ള ഗിഫ്റ്റ് ഞാൻ വേറൊരു ദിവസം തരാം. ഇന്ന് നിങ്ങൾ വരുന്ന അറിയാത്തത് കൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല. നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? എന്താണ് കിരൺ അങ്കിളിനുള്ള ഗിഫ്റ്റ് മോള് കൊടുക്കാന്നോ? ശരി, കൊടുത്തോ. ഏയ് മോള് തന്ന ഈ ഗിഫ്റ്റാ മറ്റെന്തിനേക്കാളും വാല്യൂ ഉള്ളത്. എന്തു പറ്റി? പോയതുപോലെയല്ലല്ലോ തിരിച്ചു വന്നത്. ആ ദുർഗയും കിരണും വന്നിട്ടുണ്ട്. ആഹാ, എന്നിട്ട് എന്താ അവരോട് സംസാരിക്കാതെ താനിങ്ങ് പോകുന്നത്? ഞാൻ എന്ത് സംസാരിക്കാനാ? എന്നെക്കാളും താല്പര്യത്തിൽ പൂർണ്ണിമേച്ച് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് പോരെ? എന്താ അശി, താൻ എന്തോ മനസ്സ് വെച്ച് സംസാരിക്കുന്നതാണല്ലോ. അതെ, ഞാനല്ലേ വീട്ടിലെ മരുമകള്. ഞാൻ വഴിയുള്ള ബന്ധം മാത്രമല്ലേ പൂർണ്ണിമേച്ചയ്ക്ക് ദുർഗയോടുള്ളൂ. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ വിരുന്നിന് പോയപ്പോ ദുർഗയ്ക്ക് കൊടുക്കാൻ പൂർണ്ണിമേച്ച് വാങ്ങിയ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുപോകാൻ മറന്നുപോയി. ഓക്കെ, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ദുർഗയ്ക്ക് കൊടുത്തോളാന്ന് പറഞ്ഞതാ. ഇപ്പതേ അവര് വന്നപ്പോ ഉടനെ ചേച്ചി ആ ഗിഫ്റ്റ് എടുത്തു കൊടുത്ത് സന്തോഷിപ്പിച്ചിരിക്കുന്നു. അതാണോ കാര്യം? അതിനെന്താ? അത് ചേച്ചിയുടെ ഇഷ്ടമല്ല, ചേച്ചി കൊടുത്തോട്ടേന്നേ. കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്താ? താൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദുർഗയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ, അല്ലാതെ ചേച്ചിയൊന്നും അല്ലല്ലോ. ചേച്ചി എന്തിനാ ദുർഗ ഇത്രയ്ക്ക് പരിഗണിക്കുന്നേ? അതൊന്നും എനിക്കറിയത്തില്ല. തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൻ പൂർണ്ണിമ ചേച്ചിയുടെ ഡാറ്റ അടങ്ങ് ചോദിക്കുക. ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്. പൂർണ്ണിമ ചേച്ചിക്ക് ദുർഗയോട് എന്തോ ഒരു താല്പര്യം കൂടുതലുണ്ട്. അതിന് ചേച്ചിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആരെയും കറക്കിയെടുക്കാൻ ദുർഗയ്ക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഇപ്പോ തന്റെ പ്രശ്നം എന്താ? എന്നെക്കാൾ കൂടുതൽ ഈ വീട്ടിൽ ആരും ദുർഗയെ സ്നേഹിക്കാൻ പാടില്ല. ഞാനാ ഈ വീട്ടിലെ മരുമകള്. എനിക്ക് തന്റെ ചേച്ചിയുടെ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. താൻ അത് നോക്കിയാ പോരെ. മറ്റുള്ളവർ ചെയ്യുന്നത് ഓർത്ത് ടെൻഷൻ അടിക്കാനും വിഷമിക്കാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ തനിക്ക് ഇവിടെ ഉള്ളൊരു ദുർഗയുടെ താല്പര്യം കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ദുർഗയോട് ഇവിടേക്ക് വരണ്ടെന്ന് പറ. അതോടെ പ്രശ്നം തീർന്നില്ലേ?